ക്രിസ്മസ് ആരാധനയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ വർഷവും നമ്മുടെ മധ്യത്തിൽ 24-ാം തീയതി രാത്രി വൈകുന്നേരത്ത് നമ്മുടെ ദേശത്ത് വരികയും ഭവനങ്ങൾ സന്ദർശിക്കുകയും ക്രിസ്മസ് ആരാധന സംബന്ധിക്കുകയും ചെയ്യുന്ന അഭിനന്ദ ഫ്രാൻസിസിന് വേണ്ടി ഈ വർഷവും ആ പതിവ് മുടക്കിയില്ല. വളരെ തിരക്കുള്ള മധ്യത്തിലും അഭിനന്ദന് വേണ്ടി ഇന്നലെ നേരത്തെ തന്നെ വന്നു. ഉച്ച കഴിഞ്ഞ് ചലിച്ചോട് വരികയും രാത്രിയിൽ പല ഭവനങ്ങളും സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും കരോൾ ഗാനാലാപനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. കരോൾ സംഘത്തോടുകൂടെ ഭവനങ്ങൾ സന്ദർശിച്ചു. എന്ന അഭിനന്ദന സാന്നിധ്യം നമുക്ക് വളരെ സന്തോഷകരമാണ്. ഇന്ന് എംപ്ലോയീസ് ആൻഡ് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ആരാധനയെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ വളരെ വിനയത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അഭിനന്ദനായ ഫ്രാൻസിസിനെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബിഷപ്പ് കൊച്ചമ്മ ആദ്യ കൊച്ചമ്മ നമ്മുടെ മധ്യത്തിലുണ്ട്. കൊച്ചമ്മയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫ്രാങ്ക്ലിനും ഫെൽറ്റ്മായും നമ്മുടെ മധ്യത്തിലുണ്ട്. രണ്ടുപേരെയും വളരെ വിനയത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് റിട്ടയർഡ് എംപ്ലോയീസിൻ്റെയും ആരാധനയായിട്ട് ക്രിസ്മസ് ദിനം നമ്മൾ എല്ലാ വർഷവും നമ്മൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മുടെ സഭയുടെ അംബാസഡർമാരായിട്ട് വിവിധ ദേശങ്ങളിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഒക്കെ സേവനം ചെയ്യുന്നവരാണല്ലോ. അവരുടെ മഹത്വമായ ശുശ്രൂഷയെ ഓർക്കുവാനും കർത്താവിന് നന്ദി പറയുവാനും ഒക്കെയുള്ള അവസരമാണ്. ഈ വർഷം പുതിയ കുറച്ചധികം പേർക്ക് നമുക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. സന്തോഷകരമായ കാര്യമാണ്. ചിലർ വിരമിച്ചിട്ടുണ്ട്, ചിലർ പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മാത്രമല്ല വിദേശ രാജ്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാനും ഒക്കെ ആയിട്ട് പോകുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ആരാധനയ്ക്ക് സംബന്ധിക്കുന്ന എല്ലാ എംപ്ലോയീസ് ആൻഡ് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷൻ അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടെ ക്രിസ്മസ് ദിന ആരാധനയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ദൈവിക സന്ദേശം നൽകി തരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ലവേഴ്സൺ കുരുവിള സാറാണ്. അദ്ദേഹം വളരെ തിരക്കുകളുടെ മധ്യത്തിൽ ഈ കാര്യം ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെന്നൈ നിർത്താനായിട്ട് വളരെ പ്രയാസമായിരുന്നു. എങ്കിലും സ്പെഷ്യൽ ട്രെയിനിലൊക്കെയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ കുടുംബമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അവിടെ എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, കമ്മിറ്റികൾ വ്യത്യസ്തമായ നിലയിൽ സേവനം ചെയ്യുന്ന അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗായസംഘത്തെയും അതുപോലെ തന്നെ അറിയാതെ ഈ 3-4 ദിവസമായിട്ട് കരോളിൻ്റെ ഒരു തിരക്കിലായിരുന്നു നമ്മൾ. ഇന്നലെയും നേരെ വെളുക്കുന്നത് വരെ കരോൾ ഗാനങ്ങൾ ആലപിച്ചാണ് വളരെ ഗാനം സംബന്ധിക്കുന്നത്. 23-ാം തീയതി ഒക്കെ കരോൾ സർവീസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കരോളിൻ്റെ ഒരു സമാപനമാകുമ്പോഴാണ് ഒരു കമ്പിനേഷൻ ഓഫ് ദി കരോൾ സർവീസ്, ഈ ക്രിസ്മസ് ആരാധന. എനിക്കറിയാം എല്ലാവരും വളരെ ക്ഷീണിതരും രാത്രിയൊക്കെ ഉറക്കളച്ച് വളരെ ബന്ധപ്പെട്ടാണ് ഈ ആരാധന സംബന്ധിക്കുന്നത്. ബഹുമാനായ നിലവിൽ ഒരുപാട് സ്വാഗതം ചെയ്യുന്നു. ഈ ക്രിസ്മസ് ആരാധന അർത്ഥവത്തായി തീരുമാനമായിട്ട് എല്ലാവരെയും പ്രാർത്ഥന നിർഭരമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. ആരാധന കഴിഞ്ഞാൽ എംപ്ലോയീസ് അസോസിയേഷൻ്റെ മീറ്റിംഗും ഉണ്ടായിരിക്കുന്നതാണ്. ലോകമെങ്ങും നടത്തപ്പെടുന്ന ഈ ക്രിസ്മസ് ദിന ആരാധനയോട് ചേർന്ന് നമുക്ക് നമ്മുടെ രക്ഷകനായ കർത്താവിനെ ആരാധിക്കാനായിട്ട് ലഭിച്ച ഈ അവസരത്തിനായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രത്തോടുകൂടെ ഈ ആരാധന സംബന്ധിക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് പോകണം. ക്രിസ്മസ് ദിനത്തിലേക്കുള്ളതായ അപേക്ഷയും നിറഭാഗങ്ങളും ഇമ്മാനുവലായ ദൈവമേ, കാലത്തികങ്കൽ അങ്ങയുടെ ഏകയാതനെ കൃപയും സത്യവും നിറഞ്ഞ ഞങ്ങളോടുകൂടെ വസിക്കാൻ ഈ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ദൈവമേ, ഞങ്ങളുടെ വെളിപ്പാടുകൾ ഉൾക്കൊള്ളുവാൻ അങ്ങയുടെ ദിവ്യപ്രഭയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങനെ അനന്ത സ്നേഹത്തിന്റെ ചാലകങ്ങളായി ഞങ്ങളെ ജീവിപ്പിക്കണമേ. അങ്ങനെ മക്കളായ ഞങ്ങൾ സന്തോഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും നവഗീതികൾ പാടാനും ആ പദവിയിൽ ഉല്ലസിച്ച് ഭൂമിയുടെ അറ്റത്തോളം എല്ലാവരോടും അങ്ങനെ സുവിശേഷം അറിയിക്കുവാനും സഹായിക്കണമേ. പിതാവിനോട് പരിശുദ്ധാത്മാവിനോട് എന്നേക്കും ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രിസ്മസ് ദിനത്തിലേക്കുള്ള വേദഭാഗം വായിച്ചു കേൾക്കാവുന്നതാണ്. ആദ്യം പഴയ നിയമത്തിൽ നിന്ന് 1-ാം പാഠം വായിച്ചു കേൾക്കാം. 1-ാം പാഠം യേശുപ്രവാചക പുസ്തകം 9-ാം അധ്യായം 7 മുതൽ 7 വരെയുള്ള ദൈവവചനം. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിലും നഫ്താലി ദേശത്തിലും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്തു പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു.
യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീയ്ക്ക് ഇരയായി തീരും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും. ഇതോടെ ഒന്നാം വേദഭാഗം അവസാനിക്കുന്നു. ക്രിസ്മസ് ആരാധനയിലേക്ക് വിശ്വസിക്കുന്ന സങ്കീർത്തനം 98 സങ്കീർത്തനം വാക്യപ്പെട്ട വാക്യങ്ങൾ വായിക്കാം. 98 സങ്കീർത്തനം വാക്യപ്പെട്ട വാക്യങ്ങൾ വായിക്കാം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ വലങ്കയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തന്റെ ദയയും വിശ്വസ്തയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അർദ്ധങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കണ്ടിരിക്കുന്നു. കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ. കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ. സമുദ്രവും അതിന്റെ നിറവും ഭൂതലവും അതിന്റെ വസിക്കുന്നവരും മുഴങ്ങട്ടെ. ചേർന്ന് വായിക്കാം. അവൻ രണ്ടാം പാഠം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. ഇവിടെ രണ്ടാം പാഠം അവസാനിക്കുന്നു.
2-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങി 14-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവങ്ങളെ കേൾക്കുകയും വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെ. ലോകമൊക്കെയും പേർവഴിച്ചാർക്കണം എന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. തുറന്നിയോസ് സുറിയാനാർ വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവൻ ആകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു. യഹൂദിയിൽ ബെത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവലാത്ത് വഴിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ്സ് അവരെ ചുറ്റുമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാവുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം, മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിനുണ്ടാകട്ടെ. ബഹുമാനങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം നമ്മുടെ ഈ പരിശുദ്ധമായ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിൽക്കുമ്പോൾ തന്നെ ഞാൻ കീർത്തനം 52 നമുക്ക് ചേർന്ന് ആലപിക്കാം. കീർത്തനം 52 ഏകദേശം നമ്മുടെ സന്നിധിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ലവേഴ്സൺ സാറ് നമ്മുടെ ദൈവത്തിൽ ക്രിസ്മസ് സന്ദേശം നൽകുന്നതായിരിക്കും. വളരെ സന്തോഷത്തോടുകൂടെ പ്രിയ സാറിനെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവ്വം ദൈവവചനം കേൾവിക്കായി നമുക്ക് ഒരുങ്ങാം. ഞാൻ കീർത്തനം 52. Yeah.
ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ നല്ല കർത്താവേ, ഈ ക്രിസ്മസിന്റെ പ്രഭാതകാലത്തേക്കായിട്ട് കൂട്ടുവെച്ചിരിക്കുന്ന വലിയ വചനം പറയുന്ന അടിയിലെ വായിലെ വാക്കുകളും കേൾക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ചിന്തകളും ധ്യാനവും അങ്ങേക്ക് പ്രസാദകരം ആയിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഈ ക്രിസ്മസിന്റെ ആരാധനയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും എംബ്രോസ് അസോസിയേഷന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അർത്ഥത്തിൽ അംശികൾ ആകുന്നുവല്ലോ. സമാധാനത്തിന്റെ ഐക്യതയുടെ നമുക്ക് ഈ സമയത്ത് തന്നെ സ്വീകരിക്കാം. ദൈവത്തിന്റെ ദിവ്യ സമാധാനം. ഞാൻ കീർത്തനം 53 നമുക്ക് ചേർന്ന് ആലപിക്കാം. കീർത്തനം 53 ഈ സമയത്ത് നമ്മുടെ അവതാരദാനങ്ങളെയും സ്തോത്ര വഴിപാടുകളെയും ദൈവസ്ഥയിൽ അർപ്പിക്കാം. കീർത്തനം 53. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള വഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരായവരായ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളെ ദാനങ്ങളെ നീ കൈകൊണ്ട് നിന്റെ മൗത്തത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. Oh
ഈ ഭൂമിയിൽ അവതരിച്ചു എന്നതിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യമുണ്ട്. കർത്താവെ, കടന്ന എല്ലാ മക്കളെയും ഒരുപോലെ എനിക്ക് ക്രിസ്മസിൻ്റെ വലിയ സന്തോഷത്തോടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രാർത്ഥന മഹത്വങ്ങൾ മാത്രമെടുക്കണമേ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം കേൾക്കണമേ. സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം ദൈവത്തെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷത്തോടെ ഇന്ന് ക്രിസ്മസിന്റെ ആരാധന പങ്കുചേരുവാൻ ഇടയായതിൽ പ്രത്യേകിച്ച് 2024 ആണ്ടിലെ ക്രിസ്മസ് അതിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും വിവിധ രീതിയിൽ പങ്കുകൊണ്ട പങ്കാളികളായ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പലവിധമായ ദുരിതത്തിൻ്റെ നടുവിൽ കൃത്യമായ സമയം വേർതിരിച്ച് ഇവിടെ കടന്നുവന്ന ഇത്രയും സ്നേഹം നിറഞ്ഞ എംപ്ലോയീസ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുണ്ടായിരുന്നവർ, അവർക്കെയും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേകിച്ച് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത് ഈ ലോകത്തിൽ ഉള്ള ഒരു സന്തോഷത്തിൻ്റെ ഒരു ചിന്തയല്ലല്ലോ, സ്വർഗത്തിൽ നിന്ന് വന്ന സന്തോഷത്തിൻ്റെ ഒരു ചിന്തയാണ്. വളരെ മനോഹരമായ ഒരു മെസ്സേജ് ഇന്ന് നമുക്ക് പ്രിയപ്പെട്ട ദേവസ്വം സാറിനോട് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എല്ലാവിധമായ ക്രിസ്മസിൻ്റെ സന്തോഷവും അതുപോലെ തന്നെ ആഹ്ലാദവും നേരുന്നു. ഈ വലിയ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ദൈവികാനുഗ്രഹത്തോടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും ഐശ്വര്യപൂർണ്ണമായ സമർത്ഥമായ ഒരു പുതുവർഷവും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമമായിട്ടുണ്ടാകട്ടെ. വളരെ ലോകമെങ്ങും നടത്തപ്പെട്ടതായ ക്രിസ്മസ് ആരാധനയോട് ചേർന്ന് നമുക്ക് നമ്മുടെ ആലയത്തിൽ കർത്താവിനെ ആരാധിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയതായ എംപ്ലോയീസ് ആൻഡ് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷൻ അംഗങ്ങളുമായി ചേർന്ന് കർത്താവിന്റെ ആലയത്തിൽ ക്രിസ്മസ് ആരാധനയിൽ പങ്കെടുക്കുവാൻ നമ്മെ സഹായിച്ചതായിട്ട് കർത്താവ് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ആരാധനയിൽ തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും സഹായ സഹകരണങ്ങൾ കൊണ്ടും ഈ ആരാധനയെ ധന്യമാക്കി തീർത്തതായ ഇവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരോടുള്ളതായ നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലൊക്കെ എംപ്ലോയീസുമായിട്ടൊക്കെ സേവനം ചെയ്തവർ നമ്മുടെ സഭയുടെ അംബാസഡർമാരാണ്, അവർ പ്രതിനിധികളാണ്, സഭയെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. അവരെയൊക്കെ പലരെയും അവർ കുടുംബാംഗങ്ങളെ സാന്നിധ്യം നമുക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് ആരാധനയിൽ നമ്മൾ വർഷം തോറും എല്ലാ വർഷവും ഇങ്ങനെ ക്രിസ്മസ് ആരാധന നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയും റിട്ടയർഡ് എംപ്ലോയീസിന് വേണ്ടിയും അത് നമ്മൾ പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുന്നു. നമ്മുടെ സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളിലുമുള്ള അവരെ പ്രാധാന്യത്തെ ഓർത്ത്, സമൂഹത്തിലുള്ള പ്രാധാന്യത്തെ ഓർത്ത് പ്രധാനം സ്തുതിക്കുവാനും അവരുടെ സേവനങ്ങളെ ഓർത്ത് പ്രധാനം നന്ദി പറയുവാനുള്ള വലിയൊരു അവസരമാണ്. ഇന്നത്തെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട എംപ്ലോയീസ് ആൻഡ് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഭാരവാഹികളും അല്ലെങ്കിൽ ഞങ്ങളോട് നന്ദി അറിയിക്കും. അതുപോലെ തിരുമേനി എല്ലാ ക്രിസ്മസ് ആരാധനയിലും സജീവമായ സാന്നിധ്യമായിട്ട് എത്ര തിരക്കുണ്ടെങ്കിലും ഡിസംബർ 24, 25 തിരുമേനിയുടെ കാലങ്ങളിൽ ചരിച്ചോട് എന്ന് തന്നെയാണ് ഉള്ളത്. പ്രത്യേക ആ തിരക്കുകളുടെ മധ്യത്തിലും ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച എല്ലാം യാത്രയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ പഞ്ചായത്തിൽ ഇവിടെ ബൈബിൾ സൊസൈറ്റീസിയുടെ ചർച്ചോട് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ തിരുവനന്തപുരം വന്നിരുന്നു. ചില തിരക്കുള്ള പ്രോഗ്രാമുകൾ അടുത്ത സമയത്ത് തന്നെ സംബന്ധിക്കുകയുണ്ടായി. അവിടെ തിരക്കുള്ള മധ്യത്തിൽ
ഇന്നലെ ഉച്ച കഴിഞ്ഞ് ചർച്ചിലെത്തി. ഇന്നലെ രാത്രിയിൽ പല ഭവനങ്ങളിലും നമ്മുടെ കിഴക്ക് ഭാഗവും കട്ടിക്ക് ഭാഗത്തോട് ചേർന്ന് ഭവനങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ സഭയുടെ പിതാവ് നമ്മുടെ ഈ ഒരു ശുശ്രൂഷയെ സംബന്ധിക്കുന്നത് നമുക്ക് സംബന്ധിച്ചത് വളരെ പ്രചോദനകരമാണ്, സന്തോഷകരമായ അനുഭവമാണ്. അഭിനന്ദ തിരുമേനിയുടേതായ സഭയുടെ പേരിൽ എംപ്ലോയീസ് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഭാരവാഹികളുടെ പേരിൽ അംഗങ്ങളുടെ പേരിൽ ഞാൻ വിനയം അറിയിക്കുന്നു. വളരെ ആദ്യ കൊച്ചമ്മയും മധ്യത്തിലുള്ളല്ലോ. കൊച്ചമ്മയും മിക്കവാറും പല തിരക്കുകളുണ്ടെങ്കിലും എൻ്റെ മധ്യത്തിൽ ഈ ക്രിസ്മസ് ആരാധനയും കലോത്സവത്തെ പ്രോഗ്രാമിലൊക്കെ സംബന്ധിക്കുവാനായിട്ട് വളരെ താല്പര്യം കാണിക്കുന്നു. കൊച്ചമ്മയുടെ നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. അതുപോലെ ഫ്രാങ്ക്ലിനും കൊച്ചമ്മയെ നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരു വെക്കേഷൻ സമയമാണ്, ക്രിസ്മസ് അവധി കിട്ടിയതുകൊണ്ടാണ് അവർ നമ്മളിവിടെ ആരാധന സംബന്ധിക്കുന്നത്. ഫ്രാങ്ക്ലിനോടും കൊച്ചമ്മയോടും ഉള്ളതായ നന്ദി സ്നേഹത്തെ ഞാൻ അങ്ങനെ അറിയിക്കുന്നു. മനോഹരമായ ഒരു അർത്ഥവത്തായ ഒരു നല്ല ഒരു മെസ്സേജാണ് നമുക്ക് ലഭിച്ചത്. ഒരു പുതിയ പ്രഭാതം എന്ന വിഷയത്തെ ആസ്പദമാക്കി എങ്ങനെയാണ് ഒരു പുതിയ പ്രഭാതം ആയി ക്രിസ്മസ് പരിണമിക്കുന്നത് എന്നതിനെക്കുറിച്ച് സാമൂഹികമായും സാംസ്കാരികമായും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ഉള്ളതായ അതിൻ്റെ പശ്ചാത്തലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കിടയായി. അത് മാത്രമല്ല, പുതിയ പ്രഭാതം ഓരോ പുതിയ പ്രഭാതവും നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ക്രിസ്മസ് ആകുന്ന ഒരു പുതിയ പ്രഭാതത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് വളരെ അർത്ഥവത്തായ ഒരു സന്ദേശം നൽകിയതായ ബഹുമാനപ്പെട്ട ലോയേഴ്സ് സാറിനോടുള്ളതായ നന്ദി സ്നേഹത്തെ ഞാൻ കുടുംബത്തോടുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ ടിക്കറ്റ് കിട്ടാനായിട്ട് വളരെ പ്രയാസമാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ഈ വർഷം ക്രിസ്മസ് ആരാധന സംബന്ധിക്കുവാൻ എത്തിച്ചേരുമോ എങ്കിലും ദൈവം അത്ഭുതമായിട്ട് ഇപ്പോൾ ഈ പ്രത്യേക സീസണിലുള്ള സ്പെഷ്യൽ ട്രെയിൻ അങ്ങനെ ലഭിച്ചുകൊണ്ടാണ് എത്താനായിട്ട് സാധിച്ചത്. നസീമായ നന്ദി സ്നേഹത്തെ ഞാൻ വിനോദം അറിയിക്കുന്നു. എംപ്ലോയീസിന്റെ ഭാരവാഹികൾ, എൻ്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, മറ്റേ ഭാരവാഹികൾ, മറ്റേ അംഗങ്ങൾ പലരും ഈ ആരാധന സംബന്ധിക്കുന്നത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഒട്ടും സമയം കളയാതെ നമ്മുടെ എംപ്ലോയീസ് ആൻഡ് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രത്യേക മീറ്റിംഗ് നമ്മുടെ ദേവാലയത്തിൽ വെച്ച് കൊടുത്തതാണ്. എല്ലാവരും അതിൽ സംബന്ധിക്കണമേ എന്ന് വിനീതം അഭ്യർത്ഥിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. ഇന്ന് നമ്മുടെ എംപ്ലോയീസിൻ്റെ നേതൃത്വം നടന്ന ക്രിസ്മസ് ആരാധനയിലെ വിവിധ പാഠഭാഗങ്ങൾ വായിച്ച എല്ലാവരോടും നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. സോയ ജാസ് പഴയ വീട്ടിൽ, മിയ ജോസ് വരിക്കാനിക്കൽ, ലിഷ വിൽസൺ കൊച്ചുവേങ്ങപ്പാറയിൽ, ലെവേഴ്സൺ പെരുവിള ചെട്ടിപ്പാറയിൽ, ജോസഫ് ഈപ്പൻ വരിക്കാനിക്കൽ, ആൻസി ബേബി പനമ്പള്ളി, സുസൻ ഗോൾഡ് മുണ്ടപ്പള്ളി, ഉമ്മച്ചൻ വിജയൻ പരമ്പരക്കൽ, ഇ ജെ ജെയിംസ് കാർത്തിപ്പറമ്പിൽ, ജോൺസൺ എസ് ഈരയക്കെമ്പിൽ എന്നിവരുള്ള ആരാധനയുടെ വിവിധ ഭാഗങ്ങൾ എടുത്തുള്ള പേരാണ് ഞാൻ വായിച്ചത്. എല്ലാവരോടും നന്ദി സ്നേഹത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും ഇനി സംഘടനയുടെ ഒരു മീറ്റിംഗ് ആരാധനയ്ക്ക് ശേഷം ഉണ്ടാകുന്നതാണ്. അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതിൽ നമ്മുടെ പുതുതായിട്ട് സർവീസിൽ കയറിയിട്ടുള്ള അനുമോദനവും സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള അനുമോദനവും ഉദ്യോഗക്കാരുടെ അനുമോദനവും നൽകുന്നതാണ്. കൂടുതലായിട്ട് തിരക്കുള്ളതുകൊണ്ടാണ് ഞാൻ വാക്കുവെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ അറിയിച്ചുകൊണ്ടു. നന്ദി, നമസ്കാരം. ദൈവനാമത്തിനായിട്ട് ആദ്യമായി എല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസ്, അനുഗ്രഹിക്കപ്പെട്ടതും പ്രതിഷ്ഠിതമായ ഒരു പുതുവത്സരം ഞാൻ ആശംസിക്കുന്നു. വളരെ നീണ്ട ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ ജോലിക്കുന്നില്ല. പെട്ടെന്ന് ഏതാണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിർവഹിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ആരാധനയിൽ നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച ഒരു ഫണ്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് പഴയ വീട്ടിൽ ഫാമിലി ഹെൽത്ത് കെയർ ഫണ്ട്. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ഫണ്ടാണ്. ഈ സഭയിലെ ആളുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ആശുപത്രി കാര്യങ്ങൾക്ക് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 1,00,000 രൂപയായിട്ടാണ് നമ്മൾ ആ ഫണ്ട് ആരംഭിച്ചിട്ടുള്ളത്. നാളെ ഇതുവരെയായിട്ട് 9ഓളം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സഹായമാകുന്നതിന് വേണ്ടിയിട്ട് 85,000 രൂപ നമ്മളിപ്പോൾ ചെലവഴിച്ചു കഴിഞ്ഞു. ഈ വർഷത്തെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 1,13,000 രൂപയും കൂടെ ഇട്ട് ഈ ഫണ്ട് തുടർന്നു പോവുകയാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഇടവപ്പെട്ടക്കാരനെയോ ഇവിടുത്തെ കമ്മിറ്റിക്കാരെ സമീപിച്ചാൽ ഈ ഫണ്ട് നമുക്ക് ഉപയോഗപ്രദമാക്കാൻ കഴിയും. ഇത് ഞങ്ങൾ കളക്ട് ചെയ്യുന്നത് എൻ്റെയും എൻ്റെ സഹധർമ്മണി സ്വയംഭോളും എൻ്റെ അനിയൻ മാണിക്യവും ജയമോളും കൂടി ഉണ്ടാക്കുന്ന ഒരു ഫണ്ടാണ്. ഇതൊരിക്കലും ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ല.
ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ പ്രശസ്തിക്കോ പേരിനോ വേണ്ടിയിട്ടല്ല, നമ്മുടെ സഭയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നൽകുന്ന ഒരു ഫണ്ടാണ്. ഈ വർഷവും ഇത് തുറന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ദൈവം അനുഗ്രഹിക്കുന്ന പ്രശ്നം അടുത്ത വർഷം നമ്മൾ ഒരു ഫണ്ടും കൂടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിൻ്റെ വിശദീകരണമൊക്കെ പറയാം. ഇത് ഒരു ഫ്യൂണറൽ സർവീസ് ഫണ്ടായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇടയിൽ നിന്ന് കടന്നു പോകുന്നവരുടെ വ്യക്തികൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് ആശ്രയമാകുന്ന വിധത്തിൽ ഒരു ചെറിയ തുക അടുത്ത വർഷം മുതൽ ദൈവം അനുഗ്രഹിക്കുന്ന പക്ഷം ഇത് ആരംഭിക്കണമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഞാൻ ഈ സമയത്ത് അപേക്ഷിക്കുന്നു. പിന്നെ മറ്റൊരു ചെറിയ കാര്യം, കഴിഞ്ഞ വർഷം നമ്മൾ നമ്മുടെയൊക്കെ അഭിമാനമായ ചേലത്തൂർ CSI ആശുപത്രിയോടനുബന്ധിച്ച് ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ആളുകൾ വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നടത്തി വളരെയധികം കൈയടിച്ച് സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഫലമായിട്ടാണ് ഈ CSI ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ ആരംഭിക്കാൻ കഴിഞ്ഞത്. അത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെയധികം കുടുംബങ്ങൾക്ക് ആശ്രയമാകുവാനും അവരുടെ ആശ്വാസത്തിനും അവരുടെ രക്ഷയ്ക്കും വേണ്ടി ഈ പാലിയേറ്റീവ് കെയർ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. തികച്ചും സൗജന്യമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. എന്തായാലും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദിയും സ്നേഹത്തെയും ഞാൻ ഒരിക്കലും കൂടെ അറിയിക്കുന്നു. വളരെ കുറവുകളുണ്ടെങ്കിലും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇതിലും വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം. മറ്റൊരു കാര്യം, അതിന് ഒരു ആംബുലൻസ് സർവീസ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം തന്നെ തിരുമേനിയോട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഭാഗ്യവശാൽ അതിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ എൻ്റെ സുഹൃത്തായ ഡോക്ടർ ബീനയാണ്. എൻ്റെ പേഴ്സണലുള്ള ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഈ വർഷം ആംബുലൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അത് തരാനുള്ള ശ്രമം നടത്താമെന്ന് ബീനമാണ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഏതായാലും 3 വർഷം മുമ്പ് ഇതേ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിച്ച ഒരു കാര്യമാണ്, സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി സ്വർലോകം വെടിഞ്ഞ് ഇവിടെ അവതരിച്ചിട്ട് ആ ക്രിസ്തുവിൻ്റെ പേരിൽ, ജനനത്തിൻ്റെ പേരിൽ തട്ടുകടയിലും മറ്റ് കടകളിലും ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവരുടെ പിരിവ് ചോദിക്കുന്ന ഒരു പ്രവണത ക്രിസ്ത്യാനിക്ക് യോജിച്ചതല്ല എന്ന് പറയുന്നുണ്ടായി. എന്തായാലും ഈ വർഷം ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം ആർജവം കാണിച്ച് ചേലത്തൂർ സിറ്റിയിലുള്ള പിരിവ് നിർത്താൻ കാണിച്ച കമ്മിറ്റി അംഗങ്ങളോടും മറ്റ് ഭാരവാഹികളോടും എൻ്റെ പ്രത്യേക നന്ദിയും അഭിനന്ദനവും ഞാൻ അറിയിക്കുന്നു. പറ്റുമെങ്കിൽ അടുത്ത വർഷം വളരെ ആശംസയും പ്രതീക്ഷയും നിറഞ്ഞുമായ വേദവാക്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കാർഡും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് അവർക്ക് അർത്ഥം നൽകി നമ്മുടെ പേരും നമ്മുടെ പ്രശസ്തിയും മറ്റുള്ള സഭകൾക്കും മറ്റുള്ള ജാതികൾക്കും മാതൃകയായി തീർന്നു പ്രവർത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഡോക്ടർ. Maria,
പ്രാർത്ഥിക്കാം. ഭാവിയിലായ ഞങ്ങളെ സ്വർഗീയ പൗരന്മാരാക്കി തീർക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ സകല മഹത്വവും അധികാരം വെടിഞ്ഞ് ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് പാർക്കുകയും ഞങ്ങൾ ഒരുവനായി ജീവിക്കുകയും ഞങ്ങൾ ഓരോരുത്തരെയും രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ പരമായ യാഗമായി തീരുകയും ചെയ്തവരായ ദൈവമേ, ഭാവിയെ ഞങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ വർഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസ്സിൽ ഒരു ക്രിസ്മസിന്റെ ആരാധന സംബന്ധിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ സന്തോഷം അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നത്. എത്ര വലിയ സന്തോഷമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. താൽക്കാലികമായ സന്തോഷമല്ലല്ലോ, നിത്യമായ ഒരു സന്തോഷം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവരോട് ചേർന്ന് എംപ്ലോയീസ് അംഗങ്ങളോട്, റിട്ടയർഡ് എംപ്ലോയീസ് അംഗങ്ങളോട് ചേർന്ന്, സഭാജനങ്ങളോട് ചേർന്ന് അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് സഭാഷണം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ആരാധന ബോധ്യപ്പെടുത്തിയരായ ഞങ്ങൾ ഈ ലോകത്തിലേക്ക് യാത്രയാകുകയാണ്. ഭയപ്പെടേണ്ട എന്നുള്ള എല്ലാ കാലത്തും അർത്ഥവത്തായിരിക്കുന്ന ക്രിസ്തുമസിന്റെ സന്ദേശത്താൽ അവിടെ ഞങ്ങളെ ശക്തീകരിക്കുന്ന കർത്താവായി സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ കൃപയുടെയും പുതിയ അനുഗ്രഹത്തിന്റെയും പുതിയ ദർശനത്തിന്റെയും പുതിയ പ്രഭാതം ഞങ്ങൾക്ക് അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശ്രയിച്ച് സൗഖ്യമാക്കി രൂപാന്തരപ്പെടുത്തി ഞങ്ങളുടെ ദേശത്തിലേക്ക് ഭവനത്തിലേക്ക് പറഞ്ഞയക്കണം. സകല നാമത്വം അംഗീകരിക്കുന്നു. യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ കൃപമാറാകണമേ. കർത്താവിനോട് കൂടി